SNEC ഇസ്ലാമിക ആദർശത്തിന്റെ കരുത്തും കരുതലും ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം വരും തലമുറയ്ക്കേകാൻ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക ശാക്തീകരണം ലക്ഷ്യമാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശീർവാദത്തോടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ദേശീയ തലത്തിൽ നിലവിൽ വന്ന നൂതന മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ പദ്ധതി ഇസ്ലാമിക ആദർശത്തിൽ വേരൂന്നി പുതുലോക വിജ്ഞാനം വരും തലമുറയ്ക്ക് പകരുക എന്ന ലക്ഷ്യത്തിലും ബോധ്യത്തിലുമാണ് 2023 മാർച്ച് 16 സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കാർമ്മികത്വത്തിൽ SNECയുടെ പ്രയാണം ആരംഭിക്കുന്നത്. ഈ ആദർശപാതയിൽ കൃത്യതയോടെ ചരിക്കാൻ SNECക്ക് കരുത്തായി കൂടെയുള്ളത് സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും താങ്ങും അനുഗ്രഹാശിസ്സുകളുമാണ്. വൈവിധ്യപൂർണമായ അറിവുകളുടെ ലോകത്തിൽ അടിപതറാതെ നന്മയുടെ അറിവുകളെ ചേർത്തു പിടിച്ചാണ് SNECയുടെ പ്രയാണം. ആസൂത്രണ മികവും നൂതന വിദ്യാഭ്യാസ സങ്കേതങ്ങളും സമൂഹത്തിന്റെ നന്മയ്ക്കായി വിളക്കിയെടുത്ത് SNEC കൂട്ടിപ്പിടിച്ചപ്പോൾ പിറന്നത് മുസ്ലിം സമൂഹത്തിന് നേരിന്റെയും അറിവിന്റെയും വെളിച്ചം വിതറുന്ന പുതുവിദ്യാഭ്യാസ പദ്ധതി. വിദ്യാർത്ഥികളെ അറിഞ്ഞ് കാലത്തെ അറിഞ്ഞ് വരും കാലത്തിൽ സത്യസരണയിൽ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറാൻ ഈ പദ്ധതിക്കൊപ്പമുള്ളത് അറിവിന്റെ ആഴമറിഞ്ഞ പണ്ഡിതരും പ്രഗത്ഭരായ വിദ്യാഭ്യാസ വിചക്ഷണരും കഴിവുറ്റവരും പക്വമതികളുമായ അധ്യാപകരുമാണ്. വിദ്യാർത്ഥി സമൂഹത്തിന് വിജ്ഞാനത്തിന്റെ വൈവിധ്യങ്ങളിൽ തങ്ങളുടെ ഐച്ഛിക മേഖലകളിലേക്ക് പറക്കാൻ നിലവിലെ 3 വിദ്യാഭ്യാസ സ്ട്രീമുകളും ശരിയ, ഷീ, ലൈഫും പുതുതായി തുടങ്ങുന്ന 3 ശരിയ പ്ലസ്, ഷീ പ്ലസ്, ലൈഫ് പ്ലസും വിദ്യാഭ്യാസ മേഖലയിലെ പ്രഗത്ഭരുടെ മേൽനോട്ടത്തിൽ ശില്പശാലകളിലൂടെയും ചർച്ചകളിലൂടെയും രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണ് ഇവയെല്ലാം. പഠന അധ്യാപന മാർഗങ്ങൾ കൂടുതൽ എളുപ്പമാക്കാൻ സ്വതന്ത്രവും മൗലികവുമായ 30-ലധികം പാഠപുസ്തകങ്ങൾ, ശാസ്ത്രീയ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഓരോ സ്ഥാപനങ്ങളിലെയും പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ, ഡോക്യുമെന്റ് ബുക്കുകൾ. ഈ മികച്ച വിദ്യാഭ്യാസ പദ്ധതിയെ സ്വീകരിക്കുന്നതോടെ ലോകോത്തരവും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസവും സാമൂഹിക ഉദ്ഗ്രഥനവും സാധ്യമാകുമെന്ന ഉറപ്പിൽ നിരവധി സ്ഥാപനങ്ങളും മാനേജ്മെന്റുകളും അംഗീകാരത്തിനായി SNECയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിദ്യാഭ്യാസ പദ്ധതി ആവശ്യപ്പെടുന്ന നൂതനമായ എല്ലാ സൗകര്യങ്ങളും മാനദണ്ഡങ്ങളും ഒത്തിണങ്ങിയ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് SNEC അഫിലിയേഷൻ നൽകുന്നത്. ആദർശവും വിജ്ഞാനവും മൂല്യവും ഒത്തിണങ്ങിയപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരറിവിന്റെ ഈ പുതുവസന്തത്തെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. കേരളം, കർണാടക, ആന്തമാൻ ദ്വീപുകൾ, വിവിധ GCC രാജ്യങ്ങൾ തുടങ്ങി എൻട്രൻസ് പരീക്ഷയ്ക്കായി നിരവധി കേന്ദ്രങ്ങൾ, അപേക്ഷയിൽ തുടങ്ങി പ്രവേശനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ശാസ്ത്രീയമായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുതാര്യമായി സമയാനുസൃതമായി നടന്നുവരുന്നു. മാനേജ്മെന്റ് ശില്പശാല, അധ്യാപക പരിശീലനം, പ്രിൻസിപ്പാൾ ശില്പശാല, വിദ്യാർത്ഥി സഹവാസ ക്യാമ്പുകൾ, വിദ്യാർത്ഥി പ്രാഗൽഭ്യം ആവിഷ്കൃതമാകുന്ന കാസ്കേഡിംഗ്, ദേശീയ അന്തർദേശീയ പണ്ഡിതരടക്കമുള്ളവർ സംവദിക്കുന്ന മാസാന്ത എക്സ്പേർട്ട് ടോക്സ്, വിദ്യാഭ്യാസ വിദഗ്ധരടങ്ങിയ അക്കാദമിക് കൗൺസിൽ, ബോർഡ് ഓഫ് സ്റ്റഡീസ്, കർമ്മനിരതമായ സെൻട്രൽ ഓഫീസ്, എല്ലാറ്റിലുമുപരി മഹത്തായ പണ്ഡിത സഭയുടെ കരുതലും കാവലും. വിദ്യാർത്ഥികളുടെ സർഗാത്മക മികവുകളെ പ്രബോധനത്തിന്റെ നൂതന വഴികളിൽ വിളക്കിയെടുക്കാൻ പര്യാപ്തമാക്കുന്ന സോണൽ, ഇന്റർസോൺ ടാലന്റ് മീറ്റുകൾ കലാമത്സരങ്ങളുടെ നവലോകം തുറന്നു. പ്രസാധനത്തിന്റെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെയും സാധ്യതകൾ മനസ്സിലാക്കി സനാഅ എന്ന പേരിൽ അറബി മാഗസിനും ദി ലൈറ്റ് എന്ന പേരിൽ ഇംഗ്ലീഷ് മാഗസിനും SNECയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. സമസ്ത മുഷാവറയുടെ അംഗീകാരത്തോടെ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ SNEC ബിരുദനാമങ്ങളായി സനാഇ, സനാഇയ, ബാംഗ്ലൂരു സമ്മേളനത്തിലെ അനുഗ്രഹീത മഹാസാഗരത്തെ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചത് ഒരു സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന മുഹൂർത്തമായി മാറി. മുഴുവൻ സ്ട്രീമുകളുടെയും കേന്ദ്രീകൃത ക്യാമ്പസ്, മസ്ജിദ്, ഫിനിഷിംഗ് സ്കൂൾ, മൾട്ടിപർപ്പസ് ട്രെയിനിംഗ് സെന്റർ, കൾച്ചറൽ സെന്റർ,
കൺവെൻഷൻ സെന്റർ, ആംഫി തിയേറ്റർ, റിസർച്ച് സെന്റർ തുടങ്ങിയ വൈവിധ്യമാർന്ന സംവിധാനത്തോടെ SNEC എഡ്യൂസിറ്റി സമുദായത്തിന്റെ അഭിമാന കേന്ദ്രമായി പിറവിയെടുക്കാൻ പോകുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളെ വിവേകപൂർവം പ്രബോധനം ചെയ്യാൻ പ്രാപ്തരായ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ, അതിൻ്റെ നീതി വ്യവസ്ഥയെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ കഴിവുള്ള പ്രാപ്തരായ സമൂഹത്തെ, തലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ സമുദായത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 100ാം വാർഷികോപഹാരമായ SNEC ആത്മവിശ്വാസത്തിന്റെ ചരിതം രചിച്ച് ഗമിക്കുകയാണ്. പുതിയ കാലത്തിന്റെ സങ്കീർണതകളെ ഭേദിച്ച് പാരമ്പര്യത്തെയും ആദർശത്തെയും സംരക്ഷിക്കാൻ ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രതീക്ഷകളുടെ ആകാശത്ത് അവർ സത്യസന്ദേശത്തിന്റെ വെളിച്ചമുതിർക്കുന്നു. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ യുഗം ഇവിടെ പുതിയ കരകൾ താണ്ടുന്നു. നേരറിവിന്റെ പുതുയുഗ വസന്തം ഒരു ജനതയ്ക്ക് ആത്മാഭിമാനത്തിന്റെ കവചമൊരുക്കി സഞ്ചാരം തുടരുന്നു.